സർക്കാരിനെ, സംസ്ഥാനത്തെ വലിയ തോതിൽ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം, സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം, അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുക, അതോടൊപ്പം സർക്കാരും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി നടപ്പാക്കുന്ന പദ്ധതികളിൽ കേന്ദ്രവിഹിതം അനാവശ്യമായി താമസിപ്പിക്കുക, സംസ്ഥാനം പൊതുവെ എടുക്കേണ്ട കടം ആ കടത്തിൽ മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി അനുമതി നിഷേധിക്കുക കടമെടുക്കുന്നതിന്. ഇങ്ങനെ ഒട്ടേറെ നടപടികൾ അസഹനീയമായ രീതിയിൽ നമ്മുടെ നാടിനോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു. നമ്മൾ ദുരന്തം നേരിടേണ്ടി വന്നു. ആ ദുരന്തം നേരിടേണ്ടി വന്ന ഘട്ടത്തിലും നമുക്ക് സഹായമില്ല. സഹായിക്കാൻ തയ്യാറായ രാജ്യങ്ങളുണ്ടായി. ആ രാജ്യങ്ങളോട് ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് മറുപടിയായി പറഞ്ഞത്. അത് തള്ളി, ആ ഓഫർ തള്ളി. ഇത് മഹാപ്രളയകാലത്ത് കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്ന കാര്യം. തുറന്നുള്ള ദുരന്തങ്ങളിലും സഹായം കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭിച്ചില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, രാജ്യത്ത് ഒട്ടേറെ പ്രദേശങ്ങളിൽ ദുരന്തമുണ്ടായിട്ടുണ്ട്. ആ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം സംസ്ഥാനങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെൻറ് സഹായം നൽകിയിട്ടുമുണ്ട്. നമുക്ക് മാത്രം നിഷേധിക്കുന്നതല്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വിദേശത്ത് നിന്നുള്ള സഹായം സ്വീകരിക്കാം എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നു. നേരത്തെ ഗുജറാത്തിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത ഘട്ടത്തിൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിദേശത്തടക്കമുള്ള സഹായം സ്വീകരിച്ചിരുന്നു. അവർക്കാകാം, കേരളത്തിന് പറ്റില്ല. എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രക്കാവാം. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന കേരള വിരുദ്ധ സമീപനം. ആ സമീപനങ്ങളിൽ നാം കണ്ടതാണ് പല ഘട്ടങ്ങളിലും. അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് കേരളത്തിലെ UDF തയ്യാറായിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങൾ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. എന്തോ LDFനെ എതിർക്കാൻ BJPയുമായും BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരുമായും നല്ലതുപോലെ യോജിച്ച് നീങ്ങുക, അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെ പറ്റുമോ എന്ന് നോക്കുക. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും ഇത്തരത്തിലുള്ള ഒരു പൊതു നീക്കത്തിലൂടെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. എന്നാൽ ഈ എല്ലാ ഘട്ടങ്ങളിലും കേരളം LDFനോടൊപ്പം നിന്നു. നിലമ്പൂർ LDFൻ്റെ പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇതൊരു അവസരമായി നാം കാണുക. എല്ലാ അവസരവാദ നിലപാടുകൾക്കുമെതിരെ തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ച് കേരളത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്തു പകരുക. 2016 2021 നിലമ്പൂരിൻ്റെ ആ സാഹചര്യം കൂടുതൽ തെളിമയോടെ, കരുത്തോടെ ഇപ്രാവശ്യവും നിലമ്പൂരിൽ നിന്ന് നമ്മുടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് സ്വരാജിനെ നല്ല രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയക്കുക. ഏത് സ്ഥാനവും വഹിക്കാൻ സർവദാ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്
ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നല്ല നിർമ്മലമായ അന്തരീക്ഷം നമ്മുടെ കേരളത്തിന് ഉണ്ടാകുന്നതിന് സ്വരാജിനെ പോലുള്ളവരുടെ സാന്നിധ്യം നിയമസഭയിൽ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.